ഹായ് ആസ്പിരൻസ്. അപ്പോൾ എല്ലാവർക്കും സൈലന്റ് ബാങ്കിങ്ങിന്റെ മറ്റൊരു ബ്രീഫ് വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേരിയബിൾ ബേസ്ഡ് പ്രോബ്ലത്തിന്റെ പാർട്ട് 3 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രോബ്ലത്തിലോട്ട് പോകാം കേട്ടോ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ദ ആവറേജ് വെയിറ്റ് ഓഫ് എക്സ് ബോയ്സ് ഇൻ എ ക്ലാസ് ഈസ് 30 എന്നാണ് പറയുന്നത് അല്ലേ. എക്സ് ബോയ്സ് ആണുള്ളത്, ആവറേജ് വെയിറ്റ് എന്ന് പറയുമ്പോൾ 30 എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ X-2 ഗേൾസിന്റെ X-2 ഗേൾസ് ആണുള്ളത്, അവരുടെ ആവറേജ് എന്ന് പറയുന്നത് എത്ര തന്നിരിക്കുന്നത് 19.5 എന്നാണ് തന്നിരിക്കുന്നത്. ഇനി അഡീഷണലി 2 ന്യൂ സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്നുണ്ട്, വെയിറ്റ് 40യും 32 എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റിയുടെ ആവറേജിനെ ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ഇവിടുത്തെ ക്വാണ്ടിറ്റി കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ എത്ര വരിക, 2 പേര് എന്ന് പറയുമ്പോൾ 2 ക്വാണ്ടിറ്റീസ്, അവരുടെ ആവറേജ് എത്രയെന്നാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ 40ഉം 32 പറഞ്ഞാൽ ടോട്ടൽ 72, ആവറേജ് എത്ര വരിക അപ്പോൾ 36 ആണ് വരിക അല്ലെ. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോസസ്സിന് ശേഷം ആവറേജ് വെയിറ്റ് ഓഫ് ദ ക്ലാസ് ബിക്കംസ് 25.5 എന്നാണ് പറയുന്നത് അല്ലെ. അത് ഓവറോൾ ആവറേജ് എത്രയാവുന്നു എന്ന് പറയുന്നത് 25.5 ആകുന്നു എന്നാണ് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫൈൻഡ് ദി ആവറേജ് വെയിറ്റ് ഓഫ് ദ ക്ലാസ് ബിഫോർ ദ ജോയിനിങ് ഓഫ് 2 ന്യൂ സ്റ്റുഡൻസ് അല്ലെ. അതായത് ഈ 2 സെഗ്മെന്റ്സ് മാത്രമായിരിക്കുമ്പോൾ 2 പേര് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് എത്രയാണ് ആവറേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോൾ നമുക്കത് എങ്ങനെ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തു പോകണം എന്നുള്ളത് നോക്കാം. നമുക്ക് ഡീവിയേഷന്റെ പെർസ്പെക്റ്റീവ് വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഡീവിയേഷന്റെ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത് നോക്കാം. ഓവറോൾ ആവറേജ് ആയിട്ടുള്ള 25.5 നിന്നും 30 ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ എത്ര വരിക സ്റ്റുഡൻസ്, എക്സാക്ട്ലി എക്സസ് ആയിട്ടുള്ള 4.5 ഡീവിയേഷൻ ആണ് വരിക അല്ലെ. അങ്ങനെ എത്ര ക്വാണ്ടിറ്റീസിലാണ് റിഫ്ലക്ട് ചെയ്യുന്നത്, 4.5 എക്സസ് ഡീവിയേഷൻ എക്സ് ക്വാണ്ടിറ്റീസിലാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ ടോട്ടൽ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, 4.5 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 4.5 എക്സ് ആണ് വരിക അല്ലെ. അതായത് പോസിറ്റീവ് സെഗ്മെന്റിൽ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്ര കിട്ടുക നമുക്ക്, അല്ലെങ്കിൽ ഒരു വാല്യൂ എന്ന് പറയുമ്പോൾ 4.5 എക്സ് എന്ന് പറയുന്നതാണ് കിട്ടുക അല്ലെ നമുക്ക്. ഓക്കെ, ഇനി അതേപോലെ തന്നെ 25.5 നിന്നും 19.5 ഡീവിയേഷൻ എത്ര വരിക, -6 ആണ് വരിക അല്ലെ. -6 ആണ് വരിക. ടോട്ടൽ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും ഫ്രണ്ട്സ്, X-2 ക്വാണ്ടിറ്റീസിലാണ് റിഫ്ലക്ട് ചെയ്യുന്നത് എന്നും പറയാൻ പറ്റും അല്ലെ. അപ്പൊ X-2 ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, 6 ഇൻറ്റു X-2 എന്ന് പറയുന്ന കേസാണ് വരിക അല്ലെ. 6 ഇൻറ്റു X-2 എന്ന് പറയുന്ന ഒരു കേസാണ് വരിക. അപ്പൊ നെഗറ്റീവ് ഡീവിയേഷന്റെ അണ്ടറിൽ നമുക്ക് എത്ര വന്നിരിക്കുന്ന സ്റ്റുഡൻസ്, എക്സാക്ട്ലി 6 ഇൻറ്റു X-2 എന്ന് പറയുന്ന ഒരു കേസാണ് നമുക്ക് വന്നിരിക്കുന്നത് അല്ലെ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇവിടുന്ന് ഇവിടേക്കുള്ള ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ എത്ര വരിക സ്റ്റുഡൻസ്, എക്സാക്ട്ലി 10.5 ആണ് വരിക അല്ലെ. അതായത് 25.5 നിന്നും 36 ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ പ്ലസ് 10.5 ആണ് വരിക. എത്ര ക്വാണ്ടിറ്റീസിലാണ് റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത്, 2 ക്വാണ്ടിറ്റീസിലാണ്. അപ്പൊ ടോട്ടൽ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ 21 ആണ് വരിക അല്ലെ. അപ്പൊ 21 എന്ന് പറയുന്ന പോസിറ്റീവ് സെഗ്മെന്റിന്റെ അണ്ടറിലാണ് കിടക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ആവറേജിൽ പഠിച്ച ഒരു കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ നെറ്റ് ഡീവിയേഷൻ, അതായത് പോസിറ്റീവ് ഡീവിയേഷന്റെയും നെറ്റ് ഡീവിയേഷന്റെയും റിസൾട്ട് എന്ന് പറയുന്നത്, നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, 0 ആയിരിക്കണം അല്ലെ. അതായത് പോസിറ്റീവ് ഡീവിയേഷന്റെ അണ്ടറിൽ വരുന്ന വാല്യൂസും അതുപോലെ തന്നെ നെഗറ്റീവ് ഡീവിയേഷന്റെ അണ്ടറിൽ വരുന്ന വാല്യൂസും എന്തെന്നെയായിരിക്കണം സ്റ്റുഡൻസ്, എക്സാക്ട്ലി സെയിം തന്നെ ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പോൾ മാത്രമായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, നെറ്റ് ഡീവിയേഷൻ എന്ന് പറയുന്ന 0 എന്ന് പറയുന്ന എഫക്റ്റിലോട്ട് കിട്ടുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് പറയാൻ പറ്റും. അതായത് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ പോസിറ്റീവ് ഡീവിയേഷന്റെ അണ്ടറിൽ 5 ആണെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷന്റെ അണ്ടറിലും എന്തെന്നെയായിരിക്കണം, 5 തന്നെയായിരിക്കണം അല്ലെ. അപ്പോൾ മാത്രമേ +5ഉം -5ഉം ആയിട്ട് എന്താകുള്ളൂ, നെറ്റ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്തായി കിട്ടുള്ളൂ സ്റ്റുഡൻസ്, 0 ആയിട്ട് കിട്ടുള്ളൂ അല്ലെ. അപ്പൊ അതിനു മുമ്പ് ഒരു കോൺസെപ്റ്റും കൂടെ മനസ്സിലാക്കുക. പോസിറ്റീവ് ഡീവിയേഷനിൽ ഏതാണോ കറസ്പോണ്ടിങ് വാല്യൂ ഉള്ളത് അതിന് ഈക്വൽ തന്നെ ആയിരിക്കും നെഗറ്റീവ് ഡീവിയേഷന്റെ അണ്ടറിൽ വരുന്ന കറസ്പോണ്ടിങ് വാല്യൂസ് ഉണ്ടോ. ആ ഒരു കോൺസെപ്റ്റും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. പോസിറ്റീവ് സെഗ്മെന്റിൽ വരുന്ന ടോട്ടലും നെഗറ്റീവ് സെഗ്മെന്റിന്റെ വരുന്ന ടോട്ടലും കൂടെ നമ്മൾ നെറ്റ് എഫക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 0 എന്ന് പറയുന്ന റിസൾട്ട് കിട്ടുകയും വേണം. പോസിറ്റീവ് ഡീവിയേഷന്റെ അണ്ടറിൽ വരുന്ന വാല്യൂവും നെഗറ്റീവ് ഡീവിയേഷന്റെ അണ്ടറിൽ വരുന്ന വാല്യൂവും എന്തിനായിരിക്കണം, ഈക്വലും ആയിരിക്കണം എന്നാണ് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കോൺസെപ്റ്റ് ഇവിടെ എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ എക്സാക്ട്ലി എന്ത് പറഞ്ഞു പോകാൻ പറ്റുന്ന വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് 4.5 എക്സും ഇവിടെ 21ഉമാണ് വരുന്നത് അല്ലെ. അപ്പൊ ടോട്ടൽ എത്ര വരിക സ്റ്റുഡൻസ്, 4.5 എക്സ് പ്ലസ് 21 ആണ് അല്ലെ. ഇതാണ് പോസിറ്റീവിന്റെ അണ്ടറിൽ വരുന്ന ഡീവിയേഷന്റെ റിസൾട്ട് എന്നതുകൊണ്ട് പറയുന്നത് അല്ലെ.
ഇനി നെഗറ്റീവിന്റെ അണ്ടറിൽ വരുന്ന ഡീവിയേഷന്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ എത്ര വരിക സ്റ്റുഡൻസ്? എക്സാക്ട്ലി 6x - 12 എന്നാണ് വരിക അല്ലെ. അപ്പൊ നമുക്ക് ഒരു കോൺസെപ്റ്റ് ഇവിടെ എന്ത് പറയാൻ പറ്റും എന്ന് വെച്ചാൽ നമുക്ക് എക്സാക്ട്ലി എന്ത് പറയാൻ പറ്റും? ഇത് രണ്ടെണ്ണത്തിന്റെയും നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് എക്സാക്ട്ലി എന്തായിരിക്കണം സ്റ്റുഡൻസ്? 0 എന്ന് പറയുന്ന റിസൾട്ടിലോട്ടാണ് എന്ത് ചെയ്യേണ്ടത്? എത്തേണ്ടത് അല്ലെ. അതായത് ഇപ്പോൾ ഈ കൺസേൺ വാല്യൂവും ഈ കൺസേൺ വാല്യൂവിന്റെയും നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അറ്റ് ദി സെയിം ടൈം നമുക്ക് ഒരു കോൺസെപ്റ്റും കൂടെ പറയാനുണ്ട്. എന്താണ് പറയാനുള്ളത്? ഇവിടെ ഉള്ള ഈ കറസ്പോണ്ടിങ് വാല്യൂവും ഇവിടെ ഉള്ള ഈ കറസ്പോണ്ടിങ് വാല്യൂവും എന്തെന്ന് പറയാൻ പറ്റും? നമുക്ക് സെയിം ആണ് എന്നും നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്കത് എങ്ങനെ എഴുതാൻ പറ്റും സ്റ്റുഡൻസ്? ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് നമുക്ക് പറഞ്ഞു പോകാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഈക്വൽ ടു എഴുതാം. അപ്പൊ ഇത് സോൾവ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സാക്ട് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും അല്ലെ. അതായത് 33 ഈക്വൽസ് എത്ര കിട്ടുക? നമുക്ക് 1.5x ആണ് കിട്ടുക. അപ്പൊ എക്സിന്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക സ്റ്റുഡൻസ്? 33 upon 1.5 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ എത്ര വരിക സ്റ്റുഡൻസ്? എക്സാക്ട്ലി 22 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക അല്ലെ. അതായത് എക്സിന്റെ അവിടെ 22 പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നെറ്റ് എഫക്റ്റ് നമുക്ക് എന്ത് കിട്ടും? പോസിറ്റീവ് സെഗ്മെന്റിൽ കിട്ടുന്ന റിസൾട്ടും നെഗറ്റീവ് സെഗ്മെന്റിൽ കിട്ടുന്ന റിസൾട്ടും എത്രയായിരിക്കും സ്റ്റുഡൻസ് വരിക? എക്സാക്ട്ലി സെയിം ആയിരിക്കും വരിക എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. 4.5 into x എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? 4.5 എന്ന് പറഞ്ഞാൽ 9/2 എന്ന് പറയാൻ പറ്റും. എക്സിന്റെ വാല്യൂ 22 ആണ് വരിക. അപ്പൊ 2 വന്നിട്ട് 11 ടൈംസ്, അതായത് 99 + 21 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ 120 ആണ് വരിക അല്ലെ. അതായത് പ്ലസ് 120 ആണ് വരിക. ഇനി 6x - 12 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്ര വരിക സ്റ്റുഡൻസ്? 6 into 22 എന്ന് പറയുമ്പോൾ 132 ആണ് വരിക. 132 - 12 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 120 ആണ് കിട്ടുക. ഇതാണ് നെഗറ്റീവ് സെഗ്മെന്റിന്റെ അണ്ടറിൽ വരിക. അപ്പൊ പ്ലസ് 120 - 120 നെറ്റ് റിസൾട്ട് എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും ഫ്രണ്ട്സ് വരിക? 0 ആയിരിക്കും വരിക കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇവിടെ -6 into x - 2 എന്ന് എഴുതരുത്. നമുക്ക് പറയുന്ന കോൺസെപ്റ്റ് ഇതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് പോസിറ്റീവിന്റെ അണ്ടറിൽ വരുന്ന വാല്യൂ നെഗറ്റീവിന്റെ അണ്ടറിൽ വരുന്ന വാല്യൂ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും ഓർത്ത് വരിക്കണം കേട്ടോ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പൊ എക്സിന്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും സ്റ്റുഡൻസ്? എക്സാക്ട്ലി 22 എന്നാണ് പറയാൻ പറ്റുക അല്ലെ. എക്സ് 22 ആണ് വരിക. അപ്പോൾ ഇവിടെ എത്ര വരിക? എക്സാക്ട്ലി 20 ആണ് വരിക അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ആവറേജ് എത്ര എന്നാണ് നോക്കേണ്ടത് അല്ലെ. ഈ ഒരു കോൺസെപ്റ്റിന്റെ ആവറേജ് എത്ര എന്നാണ് നോക്കേണ്ടത്. അതും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തു പോകാൻ പറ്റും. എങ്ങനെ ചെയ്തു പോകണം എന്നുള്ളതും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അതായത് 22 പേരുടെ ആവറേജ് 30 ആണ് വരിക അല്ലെ. 20 പേരുടെ ആവറേജ് എന്ന് പറയുമ്പോൾ എത്ര വരിക സ്റ്റുഡൻസ്? എക്സാക്ട്ലി 19.5 ആണ് വരിക അല്ലെ. നമുക്ക് വേണമെങ്കിൽ ഇത് എങ്ങനെ ചെയ്യാൻ നോക്കാൻ പറ്റും? 22 into 30 + 20 into 19.5 ഹോൾ ഡിവൈഡഡ് ബൈ 22 + 20 എന്ന് ചെയ്യാൻ പറ്റും. അത് അല്ലെങ്കിലും ഡീവിയേഷന്റെ പെർസ്പെക്റ്റീവ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന്റെ റേഷ്യോ പെർസ്പെക്റ്റീവ് മാത്രം എടുത്താൽ മതി. ഇവിടെ 11 വരും, ഇവിടെ എത്ര വരിക? 10 ആണ് വരിക അല്ലെ. അപ്പൊ നമുക്ക് എന്തായാലും ആവറേജ് രണ്ടവിടെയും 19.5 ആണെങ്കിൽ ഓവറോളും 19.5 ആകും. അപ്പൊ എന്തായാലും ആവറേജ് 19.5നേക്കാൾ കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ 19.5 എന്ന് എഴുതുക. എത്രയാണ് എക്സസ് ആയിട്ട് വരുന്നത് നോക്കുക. എത്ര എക്സസ് ആയിട്ട് വരിക സ്റ്റുഡൻസ്? എക്സാക്ട്ലി 19.5ൽ നിന്നും 30ലോട്ട് എത്തണം പറയുമ്പോൾ ഡീവിയേഷൻ എത്ര വരിക സ്റ്റുഡൻസ്? എക്സാക്ട്ലി 10.5ന്റെ ഡീവിയേഷൻ ആണ് വരിക അല്ലെ. 10.5ന്റെ ഡീവിയേഷൻ ആണ് വരിക. എത്ര ക്വാണ്ടിറ്റീസിൽ റിഫ്ലക്ട് ചെയ്യും? 11 ക്വാണ്ടിറ്റീസിൽ റിഫ്ലക്ട് ചെയ്യുക. ഈ എക്സസ് ആയിട്ട് വരുന്ന ഡീവിയേഷൻ എത്ര എണ്ണത്തിലും റിഫ്ലക്റ്റഡ് ആയി പോകും സ്റ്റുഡൻസ്? എക്സാക്ട്ലി 11 + 10 എന്ന് പറയുമ്പോൾ 21നും റിഫ്ലക്ട് ആകും അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എത്ര വരിക സ്റ്റുഡൻസ്? 21 10.5 എത്ര ടൈംസ് പോകും നോക്കാം. നമുക്കറിയാം 21 into 5 ആണ് എന്ത് എന്ന് പറയുന്നത്? എക്സാക്ട്ലി 105 എന്ന് പറയുന്നത്. അപ്പൊ 10.5 എന്ന് പറയുമ്പോൾ എന്താ പറയാൻ പറ്റും? 0.5 എന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 1/2 into 11 എന്ന് പറയുമ്പോൾ എത്ര കിട്ടുക സ്റ്റുഡൻസ്? എക്സാക്ട്ലി 5.5 ആണ് കിട്ടുക. അപ്പൊ 19.5 പ്ലസ് നമുക്ക് എത്ര കിട്ടുക? 5.5 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി എത്ര വരിക സ്റ്റുഡൻസ്? 25 എന്ന് പറയുന്ന റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക അല്ലെ. ഓക്കെ, ഞാൻ എക്സാക്ട്ലി ഇവിടെ എഴുതാം. 19.5 കിട്ടും. പ്ലസ് 1/2 into 11 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 5.5 ആണ് കിട്ടുക അല്ലെ. അപ്പൊ 19 + 5 24 ആണ് വരിക. 1/2 + 1/2 1 ആണ് വരിക. അപ്പൊ 24 + 1 എന്ന് പറയുമ്പോൾ 25 ആണ് എന്ത് വരിക? ബിഫോർ 2 ന്യൂ ജോയിനേഴ്സ് എക്സും അതുപോലെ തന്നെ x - 2 ബോയ്സ് എക്സും ഗേൾസ് x - 2ന്റെയും എന്ത് എന്ന് പറയുന്നത് ആവറേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം സ്റ്റുഡൻസ്.
ഇവിടെ the ratio of the investment of A to B is 3:4 എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ A, B എന്ന് പറയുന്ന 2 പേഴ്സൺസ് ആണുള്ളത്. അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ 3:4 എന്നാണ് പറയുന്നത് അല്ലെ. A invested simple interest at 30% rate R/5 years എന്നാണ് പറയുന്നത് അല്ലെ. 30% എത്രയെന്ന് പറയുന്നത് R/5 years എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ B invested compound interest ആണ് R% rate 2 years എന്നാണ് പറയുന്നത് അല്ലെ. R% ആണ് റേറ്റ് 2 years എന്നാണ് പറയുന്നത് അല്ലെ. ഓക്കെ, ഇനി എന്ത് പറയുന്നത് വെച്ചാൽ ആറിന്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇഫ് ദ റേഷ്യോ ഓഫ് ദ ഇൻട്രസ്റ്റ് ഒബ്റ്റൈൻഡ് ബൈ A to B is 2:1 എന്നാണ് പറയുന്നത് അല്ലെ. ഇൻട്രസ്റ്റിന്റെ റേഷ്യോ 2:1 ആയിരിക്കണം എന്നാണ് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്കിത് നോക്കാം. ഇപ്പൊ 3 ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് കൺസിഡർ ചെയ്യാം. 3യുടെ എത്ര പെർസെന്റേജ് സ്റ്റുഡൻസ് വരിക? 3യുടെ 30% എത്ര ഇയേഴ്സ് ആണ്? R/5 ഇയേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് 0 ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ എത്ര വരിക സ്റ്റുഡൻസ്? എക്സാക്ട്ലി 9R/50 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ 9R/50 ആണ് കിട്ടുക. ഇനി നമ്മുടെ പറയുന്നുണ്ട് ഇൻട്രസ്റ്റിന്റെ റേഷ്യോ A to B 2:1 എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്താ പറയാൻ പറ്റും? 2:1 എന്ന് പറയുന്ന പ്രപ്പോർഷനിലായിരിക്കണം ഇൻട്രസ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഉള്ള ഇൻട്രസ്റ്റിന്റെ പകുതി ആയിരിക്കണം ഇവിടെ അല്ലെ. അപ്പോൾ 9R/50 അതിന്റെ പകുതി എത്രയാണെന്ന് നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ 9R/100 ആണ് വരിക അല്ലെ. 9R/100 ആണ് ഇവിടെ കിട്ടുന്ന ഇൻട്രസ്റ്റിന്റെ വാല്യൂ വരിക എന്ന് പറയാൻ പറ്റും. അതായത് 2 വർഷവും കൂടെ ടോട്ടലി കിട്ടുന്ന ഇൻട്രസ്റ്റ് 9R/100 ആണ് വരിക അല്ലെ. അപ്പൊ നിങ്ങൾ ഒരു കേസ് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ 4 ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ 4 ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 4ന്റെ R% എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് വരിക which is equal to 4R/100 അല്ലെ. അപ്പൊ ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 4R/100 ആണ്. 2 വർഷവും കൂടെ നമുക്ക് ടോട്ടൽ എത്ര കിട്ടുന്നത്? 9R/100 ആണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ രണ്ടാമത്തെ വർഷം കിട്ടിയ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സാക്ട്ലി 9R/100 നിന്നും 4R/100 ലെസ് ചെയ്താൽ മതി. അപ്പൊ രണ്ടാമത്തെ വർഷം കിട്ടുന്നത് നമുക്ക് എത്ര വരിക? 5R/100 ആണ് വരിക അല്ലെ. ഇത് ഫസ്റ്റ് ഇയർ കിട്ടുന്ന ഇൻട്രസ്റ്റ്, ഇത് സെക്കൻഡ് ഇയർ കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് വരിക. ഫസ്റ്റ് ഇയർ 4R/100, സെക്കൻഡ് ഇയർ 5R/100. അപ്പൊ നമ്മൾ എന്ത് മാത്രം നോക്കിയാൽ മതി? ഇൻട്രസ്റ്റ് എത്ര പെർസെന്റേജ് ആണോ ചേഞ്ച് വരുന്നത് അത് തന്നെയായിരിക്കും റേറ്റ് പെർസെന്റേജ് എന്ന് പറയാൻ പറ്റും അല്ലെ. അതായത് 4R/100 ഈസ് ടു നമ്മൾ ജസ്റ്റ് റേഷ്യോയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 5R/100 എന്ന് പറയുമ്പോൾ നമുക്ക് ഹൺഡ്രഡ്സ് ക്യാൻസൽ ചെയ്യുക, ആറും ക്യാൻസൽ ചെയ്യുക. അപ്പോൾ 4:5 ആണ് എന്തെന്ന് പറയുന്നത്? ഇൻട്രസ്റ്റിന്റെ ഗ്രോത്ത് എന്ന് പറയാൻ പറ്റും. അപ്പോൾ 4:5 എന്ന് പറഞ്ഞാൽ 1ന്റെ ഇൻക്രീസ് ആണ്. അപ്പോൾ 1/4 ആണ് ഇൻട്രസ്റ്റിലുള്ള ഗ്രോത്ത്. അത് എന്തിനും ഈക്വൽ ആയിരിക്കും? റേറ്റ് പെർസെന്റേജിന്റെ അതേ പ്രൊപ്പോർഷനിലായിരിക്കും ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുക അല്ലെ. അപ്പോൾ 1/4 × 100 എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാക്ട്ലി എന്ത് പറയാൻ പറ്റും സ്റ്റുഡൻസ്? എക്സാക്ട്ലി 25 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് എന്ത് ചെയ്യാം? എക്സാക്റ്റ് ആയിട്ട് അവൈലബിൾ ആകുക അല്ലെ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അടുത്ത കോൺസെപ്റ്റ് നോക്കാം സ്റ്റുഡൻസ്. ഇവിടെ പറയുന്നത് കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ ഈസ് X + 1000 എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് മാർക്ക്ഡ് 60% അബവ് ദി കോസ്റ്റ് പ്രൈസ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? മാർക്ക്ഡ് പ്രൈസ് 160 എന്ന് പറയാൻ പറ്റും. അത് ഏറ്റവും ചെറിയ റേഷ്യോ ഫോം എഴുതുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? 5:8 എന്ന് പറയുന്ന പ്രപ്പോർഷനിൽ നമുക്ക് ഇതിനെ എഴുതി പോകാൻ പറ്റും അല്ലെ. ഓക്കെ, ദി പ്രോഫിറ്റ് ഏൺഡ് ഓൺ ആർട്ടിക്കിൾ എ ഈസ് ഇതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. A is ₹1,200 when a discount of 12.5% is given എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ 12% ഡിസ്കൗണ്ട് കൊടുത്തു എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം 12% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 1/8 എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ 8 ആണ് മാർക്കറ്റ് പ്രൈസ് എങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ എത്ര സ്റ്റുഡൻസ് വരിക? 7 ആണ് വരിക അല്ലെ. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. If the cost price of the article B is X + 400 and selling price അത് ഓക്കെ. അപ്പൊ നമുക്ക് ഒരു കോൺസെപ്റ്റും കൂടെ ഇവിടെ പറയുന്നുണ്ട്. എയിൽ നിന്നും റിയലൈസ് ചെയ്യുന്നത് എത്രയാണ് സ്റ്റുഡൻസ്? എക്സാക്ട്ലി 1200 രൂപ പ്രോഫിറ്റ് ആണ് എയിൽ നിന്നും റിയലൈസ് ചെയ്യുന്നത് അല്ലെ. ഇത് എയുടെ പെർസ്പെക്റ്റീവ് ആണ് നമ്മൾ പറയുന്നത്. എയിൽ നിന്നും റിയലൈസ് ചെയ്യുന്ന പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ആസ് പെർ റേഷ്യോ 2 ആണ്. 2ന്റെ പ്രൈസിൽ 1200 ആണ്. അപ്പൊ 1ന്റെ പ്രൈസിൽ എത്ര വരിക സ്റ്റുഡൻസ്? എക്സാക്ട്ലി 600 ആണ് വരിക അല്ലെ. അപ്പോൾ കോസ്റ്റ്
കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും 3000 ആണ് കോസ്റ്റ് പ്രൈസ് വരിക അല്ലെ. അപ്പൊ ഇവിടെ കോസ്റ്റ് പ്രൈസ് തന്നിരിക്കുന്ന എത്രയാണ് തന്നിരിക്കുന്ന സ്റ്റുഡൻസ് x+1000 എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ x+1000നെയാണ് നമ്മൾ എന്തെന്ന് ഉദ്ദേശിക്കുന്നത് 3000 എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പൊ എക്സിന്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാക്ട്ലി എന്ത് പറഞ്ഞു പോകുന്നത് സ്റ്റുഡൻസ് 2000 എന്ന് പറയാൻ പറ്റും അല്ലെ. ഓക്കെ, അപ്പൊ ഇനി പറയുന്നുണ്ട് ആർട്ടിക്കിൾ ബിയുടെ കേസ് ആണ് പറയുന്നത് അല്ലെ. അപ്പൊ ആർട്ടിക്കിൾ ബിയുടെ കേസ് എന്താണ് പറയുന്നത് വെച്ചാൽ ഇഫ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ആർട്ടിക്കിൾ ബി ഈസ് rupees x+400 എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ x+400 എന്ന് പറഞ്ഞാൽ 2000+400 എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ എത്ര സ്റ്റുഡൻസ് വരും എക്സാക്ട്ലി 2400 ആണ് കോസ്റ്റ് പ്രൈസ് വരിക. ആൻഡ് സെല്ലിംഗ് പ്രൈസ് ഈസ് 28.57% ലെസ് ദാൻ ദി സെല്ലിംഗ് പ്രൈസ് ഓഫ് ആർട്ടിക്കിൾ എ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താണ് മീൻ ചെയ്യുന്നത് സെല്ലിംഗ് പ്രൈസ് ഓഫ് ആർട്ടിക്കിൾ എ എത്രയാണ് നോക്കുക അല്ലെ. അപ്പൊ എത്ര വരിക 1600 ആണെങ്കിൽ 7 എത്ര വരിക 4200 ആണ് വരിക. അതിനേക്കാൾ 28.57% കുറവ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം 28.57% പറഞ്ഞാൽ 2/7 ആണ് ഫ്രാക്ഷണൽ വാല്യൂ വരിക. അതായത് സെല്ലിംഗ് പ്രൈസ് എത്ര വരിക സ്റ്റുഡൻസ് അപ്പോൾ 4200ന്റെ എത്ര വരിക സ്റ്റുഡൻസ് 5/7 ആണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ എത്ര സ്റ്റുഡൻസ് കിട്ടുക 3000 ആണ് കിട്ടുക അല്ലെ. ഓക്കെ, അപ്പോൾ then find the profit percentage earned on selling the article B എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ആർട്ടിക്കിൾ ബി സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് 2400 അതുപോലെ തന്നെ 3000 എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ അതിനെ റേഷ്യോ ആക്കുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും സ്റ്റുഡൻസ് 6 4 ടൈംസ് 6 എത്ര ടൈംസ് ആണ് സ്റ്റുഡൻസ് വരിക എക്സാക്ട്ലി 5 ടൈംസ് ആണ് വരിക. 4:5 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും സ്റ്റുഡൻസ് എക്സാക്ട്ലി 1 ആണ് പ്രോഫിറ്റിന്റെ പോർഷൻ എന്ന് പറയാൻ പറ്റും. therefore 1/4 എന്ന് പറയുമ്പോൾ എത്ര വരിക സ്റ്റുഡൻസ് എക്സാക്ട്ലി 25% എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് എന്ത് ചെയ്യാം എക്സാക്ട് ആയിട്ടും കിട്ടുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ ശരി, അപ്പോൾ അടുത്ത പ്രോബ്ലത്തിലോട്ട് നമുക്കൊന്ന് പോവാം. ഇവിടെ a 200 liters mixture has Dettol and water in the ratio x-2 x-3 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 40 liters of this mixture is taken out എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ 200ൽ നിന്നും നമ്മൾ എത്ര എടുക്കുന്ന സ്റ്റുഡൻസ് 40 ആണ് എടുക്കുന്നു എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ 20% ആണ് ആ മിക്സറിൽ നിന്നും എടുക്കുന്നു എന്ന് പറയാൻ പറ്റും അല്ലെ. ഓക്കെ, and then 32 liters of the water is added എന്നാണ് പറയുന്നത് അല്ലെ. 200ൽ നിന്നും നമ്മൾ എന്താ ചെയ്യുന്നത് 40 ലിറ്റേഴ്സ് എടുത്തിട്ട് 32 ലിറ്റർ വാട്ടർ ആണ് ആഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അല്ലെ. മേക്കിംഗ് ദ റേഷ്യോ ഓഫ് Dettol and water 1:1 എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, 200ൽ നിന്നും എന്താ ചെയ്യുന്നത് 40 എടുത്തിട്ട് നമ്മൾ എത്രയാണ് ആഡ് ചെയ്യുന്നത് സ്റ്റുഡൻസ് റീപ്ലേസ് ചെയ്യുന്നത് 32 ലിറ്റർ വാട്ടർ കൊണ്ടാണ് റീപ്ലേസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ 200 - 40 പറയുമ്പോൾ 160 കൂടെ 32 ആഡ് ചെയ്യുന്നു പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്ര വരിക 192 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക അല്ലെ. അപ്പൊ ഈ 192 എന്ന് പറയുന്ന ഫൈനൽ മിക്സറിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും സ്റ്റുഡൻസ് എക്സാക്ട്ലി ഡെറ്റോളും അതുപോലെ തന്നെ വാട്ടറും തമ്മിലുള്ള റേഷ്യോ 1:1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും എക്സാക്ട്ലി 96 എന്ന് പറയുന്ന ഫോമിലാണ് വരിക അല്ലെ. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വാട്ട് വാസ് ദി ക്വാണ്ടിറ്റി ഓഫ് ദ വാട്ടർ ഇൻ ദ ഇനീഷ്യൽ മിക്സ്ചർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നമുക്കത് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ ഈ 96 വാട്ടർ ഫൈനൽ മിക്സ്ചറിൽ എങ്ങനെയാണ് ആയിരിക്കുന്നത് നമ്മൾ ആദ്യം 40 ലിറ്റർ 200ൽ നിന്നും എടുത്തു അല്ലെ. അപ്പൊ വാട്ടറിൽ നിന്നും കുറച്ച് കണ്ടന്റ് പോയിട്ടുണ്ടാകും. അതിനുശേഷം 32 ലിറ്റേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിച്ചിട്ടുണ്ടാവുക ഈ 96ലോട്ട് എത്തിയിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും 96 - 32 ചെയ്ത് നോക്കുക അല്ലെ. അതായത് എത്ര വരിക സ്റ്റുഡൻസ് അപ്പോൾ 64 ആണ് വരിക അല്ലെ. അതായത് എന്താണ് മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ 32 ലിറ്റേഴ്സ് വാട്ടർ ആഡ് ചെയ്യുന്നതിന് മുമ്പ് വാട്ടറിന്റെ കണ്ടന്റ് എത്രയായിരുന്നു എന്നാ പറയുന്നത് 64 ആയിരുന്നു എന്നാണ് പറയുന്നത് അല്ലെ. 200ൽ നിന്നും 40 ലിറ്റേഴ്സ് നമ്മൾ എടുക്കും. അപ്പൊ 40 ലിറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ ഉണ്ടാകും സ്റ്റുഡൻസ് എക്സാക്ട്ലി നമുക്ക് പറയുകയാണെങ്കിൽ വാട്ടറിന്റെ കണ്ടന്റും ഉണ്ടാകും, അതുപോലെ തന്നെ ഡെറ്റോളിന്റെ കണ്ടന്റും ഉണ്ടാകും എന്ന് പറയാൻ പറ്റും അല്ലെ. 40 റിമൂവ് ചെയ്യുന്നു പറഞ്ഞാലും അതിൽ വാട്ടറിന്റെ കണ്ടന്റും ഉണ്ടാകും, ഡെറ്റോളിന്റെ കണ്ടന്റും ഉണ്ടാകും. അപ്പൊ റിമൈനിങ് 120ലും വാട്ടറിന്റെ കണ്ടന്റും ഉണ്ടാകും, അതുപോലെ തന്നെ എന്തുണ്ടാകും സ്റ്റുഡൻസ് എക്സാക്ട്ലി ഡെറ്റോളിന്റെ കണ്ടന്റും ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അപ്പൊ ആ കോൺസെപ്റ്റ് ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പോൾ 96 ആണ് ഫൈനലി ഉണ്ടാവുക എന്ത് വാട്ടറിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ
ഈ 200-ൽ നിന്നും നമ്മൾ 40 എടുത്ത് കഴിഞ്ഞിട്ട് 160 ലിറ്ററിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും സ്റ്റുഡൻസ്? എക്സാക്ട്ലി വാട്ടറിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് 64 ആയിരിക്കും എന്നാണ് നമുക്ക് പറയാൻ പറ്റുക അല്ലെ. ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയി മനസ്സിലാക്കുക. 200-ൽ നിന്നും നമ്മൾ 40 ലിറ്റർ എക്സ്ക്ലൂഡ് ചെയ്ത് കളഞ്ഞാൽ റിമൈനിങ് വരുന്ന 160 ലിറ്ററിൽ നമ്മുടെ വാട്ടറിന്റെ കണ്ടന്റ് എന്ന് പറയുന്നതാണ് എത്ര ഉദ്ദേശിക്കുന്നത്? 64 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ 64 എന്ന് പറയുന്നത് നമ്മൾ എന്ത് മനസ്സിലാക്കാൻ പറ്റും? 20% മിക്സ്ചറിൽ നിന്നും നമ്മൾ എടുത്ത് മാറ്റിയിരിക്കുന്നത് അല്ലെ. അപ്പൊ വാട്ടറിൽ നിന്നും എത്ര പോർഷൻ തന്നെയാണ് റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ടാവുക? 20% തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് പറഞ്ഞു പോകാൻ പറ്റുന്ന വെച്ചാൽ ഇത് ഫൈനൽ കണ്ടന്റിലുള്ള വാട്ടറിന്റെ ക്വാണ്ടിറ്റിയാണ് 96. ഇത് എന്ത് പറയാൻ പറ്റും സ്റ്റുഡൻസ്? എക്സാക്ട്ലി 64 എന്ന് പറയുന്നത് റിമൈനിങ് കണ്ടന്റ് കേട്ടോ. ശ്രദ്ധിക്കൂ നിങ്ങൾ, 64 എന്ന് പറയുന്നത് നമുക്ക് എക്സാക്ട്ലി എന്ത് പറയാൻ പറ്റും സ്റ്റുഡൻസ്? 200-ൽ നിന്നും ഇനീഷ്യൽ മിക്സറിൽ നിന്നും നമ്മൾ 40 ലിറ്റർ എടുത്ത ശേഷം 160-ലുള്ള വാട്ടറിന്റെ കണ്ടന്റ് ആണ് 64 എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കോൺസെപ്റ്റ് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ ഈ 64 എന്ന് പറയുന്നത് എക്സാക്റ്റ് ആയിട്ട് ഇനീഷ്യൽ എത്രയാണോ വാട്ടർ ഉണ്ടായിരുന്നത് അതിന്റെ എത്ര പെർസെൻറ്റേജ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്ന സ്റ്റുഡൻസ്? 20% കുറച്ച വാല്യൂ, അതായത് 80% എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? ഈ 64 എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ 80% 64 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും സ്റ്റുഡൻസ്? എക്സാക്ട്ലി 100% എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സാക്ട്ലി 80 എന്ന് പറയാൻ പറ്റും അല്ലെ. അപ്പൊ ഇനീഷ്യൽ കണ്ടന്റിലെ വാട്ടറിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും ഫ്രണ്ട്സ്? എക്സാക്ട്ലി 80 എന്ന് പറയാൻ പറ്റും കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അടുത്ത ഒരു കോൺസെപ്റ്റും കൂടെ നോക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് എ മാൻ ബോറോ 9x + 1500 at 16.66 per annum simple interest for 2 years എന്ന് പറയുന്നുണ്ട്. He immediately invest the borrowed amount at 20% simple interest for 2 years തന്നെയാണ് and gained x - 300 per year എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ 9x + 500 ആണ് 9x + 1500 ആണ് ബോറോ ചെയ്യുന്നത്. അതേ എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? എക്സാക്ട്ലി ആള് എന്തും ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റും ചെയ്യുന്നുണ്ട്. പക്ഷെ ബോറോ ചെയ്യുന്നത് 16.66-ലും അതുപോലെ തന്നെ എന്താ ചെയ്യുന്നത് സ്റ്റുഡൻസ്? എക്സാക്ട്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നത് 20%-ലുമാണെന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ എക്സാക്ട്ലി നമുക്ക് ഒരു കൺസേൺഡ് ആയിട്ടുള്ള ഇയറിൽ റിക്കവർ ചെയ്യുന്ന റിട്ടേൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? 20% നമുക്ക് അവൈലബിൾ ആകും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? 16.2/3% നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? നമുക്ക് ലോണിന്റെ ഫോം എടുത്തത് കാരണം അത് റിട്ടേൺ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. കിട്ടുന്നത് 20% ആണെങ്കിൽ കൊടുക്കുന്ന എത്രയാണ് വരിക? 16.2/3% ആണ് വരിക. അപ്പോൾ ഇതിൽ നിന്നും കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് എത്ര പെർസെന്റേജ് ആണ് വരിക സ്റ്റുഡൻസ്? എക്സാക്ട്ലി 3/1/3% ആണ് വരിക അല്ലെ. അപ്പൊ നമുക്കറിയാം 3/1/3 എന്ന് പറയുന്നത് 6/2/3 എന്താണ് സ്റ്റുഡൻസ് വരിക? എക്സാക്ട്ലി ഹാഫ് ആണ് വരിക അല്ലെ. അപ്പൊ 6/2/3 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? 1/15 ആണ് ഫ്രാക്ഷണൽ വാല്യൂ വരിക. അപ്പൊ 3/3 എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാക്ട്ലി എന്ത് പറയാൻ പറ്റും? 1/30 ആണ് ഫ്രാക്ഷണൽ വാല്യൂ വരിക അല്ലെ. 6/2/3% പറഞ്ഞാൽ 1/15 ആണ് വരിക. അതുപോലെ തന്നെ 3/1/3% പറഞ്ഞാൽ ഫ്രാക്ഷണൽ വാല്യൂ എത്ര വരിക? 1/30 ആണ് വരിക അല്ലെ. ഇങ്ങനെ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് എക്സാക്ട്ലി എന്ത് പറഞ്ഞു പോകാൻ പറ്റുന്ന വെച്ചാൽ ഒരു വർഷം കിട്ടുന്ന ഗെയിൻ എത്രയും നമുക്കറിയാം. എന്തിൽ നിന്നാണ് നമ്മൾ ഗെയിൻ ചെയ്യുന്നത്? എക്സാക്ട്ലി ഈ ഒരു കൺസേൺഡ് എമൗണ്ടിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഗെയിൻ ചെയ്യാൻ പറ്റുന്നത് അല്ലെ. അതായത് 9x + 1500 എന്ന് പറയുന്ന എമൗണ്ടിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഗെയിന് എന്ന് പറയുന്നത് എത്ര പറയുന്നത്? അതിന്റെ 1/30th ആണ് എന്ത് കിട്ടുന്നത് സ്റ്റുഡൻസ്? എക്സാക്ട്ലി ഗെയിന് കിട്ടുന്നത്. അത് എന്തിന് ഈക്വൽ ആവുമെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും സ്റ്റുഡൻസ്? എക്സാക്ട്ലി x - 300 ഈക്വൽ ആവുക അല്ലെ. കാരണം നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു വർഷത്തെ ഗെയിന് x - 300 എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള എമൗണ്ട് എന്നത്. ഇൻവെസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ബോറോ ചെയ്യുന്നതും ഒരേ എമൗണ്ട് തന്നെയാണ്. ഈ പെർട്ടിക്കുലർ എമൗണ്ടിൽ നിന്നും അതിന്റെ 130 ആണ് ഗെയിന് കിട്ടുന്നത്. അത് എന്തിനാണ് ഈക്വൽ ആവുന്നത് സ്റ്റുഡൻസ്? എക്സാക്ട്ലി x - 300 എന്ന് പറയുന്ന റിസൾട്ടിനാണ് ഈക്വൽ ആയിട്ട് വരിക അല്ലെ. അപ്പൊ ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്ന വെച്ചാൽ which is equal to 30x
മൈനസ് എന്ത് പറയാൻ പറ്റും സ്റ്റുഡൻസ് എക്സാക്ട്ലി 9000 എന്ന് പറയാൻ പറ്റും അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എത്ര വരുന്നത് നോക്കാം. അതായത് ഇപ്പോൾ 10,500 ഈക്വൽസ് എത്ര വരിക 21x ആണ് വരിക അല്ലെ. അപ്പൊ 21 വന്നിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റും എക്സാക്ട്ലി 5 ടൈംസ് ആണ് പോവുക. അപ്പൊ എക്സിന്റെ കൺസേൺ റിസൾട്ട് എന്ന് പറയുമ്പോൾ എത്ര കിട്ടിയ സ്റ്റുഡൻസ് 500 ആണ് എക്സിന്റെ റിസൾട്ട് വരിക അല്ലെ. അപ്പൊ എക്സിന്റെ റിസൾട്ട് 500 ആണ് വരിക. Then find the interest received by Amit if he had invested the same amount at 10% per annum compound interest for 2 years എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ സെയിം എമൗണ്ട് എന്ന് പറഞ്ഞാൽ 9x plus 1500 ആണ് വരിക അല്ലെ. അപ്പൊ 9x എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റും സ്റ്റുഡൻസ് 9 into 500 എന്ന് പറയുമ്പോൾ എത്ര പറയാൻ പറ്റുക സ്റ്റുഡൻസ് എക്സാക്ട്ലി അത് 4500 ആണ് വരിക പ്ലസ് 1500 അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ എത്ര വരിക സ്റ്റുഡൻസ് 6000 ആണ് വരിക. 6000ന്റെ എത്ര പെർസെന്റേജ് കണക്കാക്കിയാൽ മതി 10% 2 years എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റും എക്സാക്ട്ലി 21% ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ റിക്കവർ ആകുക അല്ലെ. അപ്പൊ 6000ന്റെ എക്സാക്ട്ലി എന്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി 21% കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പോൾ എത്ര വലിയ സ്റ്റുഡൻസ് എക്സാക്ട്ലി 1260 എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കിട്ടുക അല്ലെ. ഓക്കെ, അപ്പോൾ വേരിയബിൾ ബേസ്ഡ് പ്രോബ്ലംസ് നിങ്ങൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് എങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ അത് ചെയ്തു പോകാൻ പറ്റുന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇക്വേഷൻസ് ഫോമിംഗ് എബിലിറ്റിയും നമുക്ക് നല്ലോണം വേണം. അപ്പോൾ എല്ലാവർക്കും ഈ കൺസേൺ ആയിട്ടുള്ള സെഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേറെ ഒരു സെഷനായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം സ്റ്റുഡൻസും. ഓക്കെ സ്റ്റുഡൻസ്, ബൈ.